പക്ഷെ ഞാൻ ഇപ്പോഴും പറയും ഞാൻ ഒരു ദിവസം എണീറ്റ് നടക്കും. ഞാൻ ഇവൾക്ക് മാരേജ് കഴിഞ്ഞപ്പോ വാക്ക് കൊടുത്ത അതുവരെ ഞാൻ നിങ്ങളെ നടത്തിക്കും. ഫസ്റ്റ് കണ്ടപ്പോ ഓടിക്കുക, എന്റെ അടുത്തേക്ക് വന്നില്ല, മനസ്സിലായില്ല, പേടിച്ച് ഓടി. എനിക്ക് എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വീൽ ചെയറിലല്ലേ, എനിക്ക് എന്റെ ഒരു കുറച്ചിലുണ്ടായിരുന്നു, എങ്ങനെ ഇവളെ എങ്ങനെ ഫേസ് ചെയ്യും, അതൊക്കെ എന്റെ പേടി. എന്തിന് വീൽ ചെയറിലുള്ള ഒരാളെ കെട്ടി, അവർ ഇനി അധികകാലം ജീവിക്കൂല, അധികകാലം നല്ല പോലെ പോവില്ല, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങാം. ഞാൻ ഇവളെ കെട്ടിയത് ഇവളെ എനിക്ക് പൊന്നു പോലെ നോക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടാ, അല്ല ഞാൻ കെട്ടൂലായിരുന്നു. ആ ഉറപ്പ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ജീവിതകാലം മൊത്തം ഞാൻ മരിക്കും വരെ ഇവളെ ഞാൻ പൊന്നു പോലെ നോക്കും. ഇപ്പൊ വേറൊരാളെ കെട്ടാണെങ്കിൽ ഇവൾക്ക് എന്റെ കൂടെ ഉള്ള സന്തോഷം ഒരിക്കലും കിട്ടൂല. ഇത് ഞാൻ പറഞ്ഞ വരിയല്ല, ഇവൾ എന്നോട് പറഞ്ഞ. ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി പേഷ്യന്റ് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം കളയുന്നത്? ഞാനെവിടെ ജീവിതം കളഞ്ഞ്, ഞാൻ അവളെ അടിപൊളിയായിട്ട് തന്നെ നോക്കും. ഞങ്ങളിപ്പോ ബൈക്ക് പോയ കണ്ടില്ലേ, ഞങ്ങൾ പോകുന്നില്ലേ, 3 ടയർ ബാക്കിലുണ്ടെന്നല്ലേ ഉള്ളൂ. ദേഷ്യം വരുമ്പോ കണ്ണൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക് പറഞ്ഞു അച്ഛനോ അവളെ അച്ഛനെ വിളിക്കാം. ഇപ്പം അഖില ഇപ്പം ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് എനിക്ക് എന്നെ ചതിക്കാത്ത, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി സമയം തരുന്ന, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാന്ന് തോന്നി. ഓക്കെ പറഞ്ഞു. അപ്പൊ അഖില് പ്രതീക്ഷിച്ചിരുന്നോ ലൈക്ക് പാറു ഇത് ഇങ്ങനെ ഓക്കെ പറയുന്നു, അല്ലെങ്കിൽ അത് കേട്ടപ്പോ എന്താ ആദ്യം മനസ്സിൽ വന്നത്? ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും എന്റെ മനസ്സിലേ ഇല്ലായിരുന്നു. കാരണം എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ എല്ലാവരും പറയല്ലോ കേട്ടോ, ഗേൾസ് എങ്ങനെ ഒരു ജോലി അല്ല ഇത് മാത്രമാണോ നോക്കുക. എന്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ വീൽ ചെയറിലുള്ള ഒരാളെ കളിയാക്കല്ല, എന്നാലും അവര് ആക്സെപ്റ്റ് ചെയ്യൂലല്ലോ ആദ്യം. പൊതുവെ എങ്ങനെയാ ഹാൻസം നല്ല ഇത് കാഴ്ചയിലായിരിക്കും നമ്മൾ കാഴ്ചയില് മനസ്സ്. ഇപ്പൊ എല്ലാവരും എങ്ങനെയാ കെട്ടാറ്? എല്ലാവരോടും ഞാൻ പോയിട്ട് പ്രേമിച്ച് കെട്ടണമെന്നല്ല, ഇന്ന് കണ്ട് അവര് ഉറപ്പിച്ചിട്ട് നാളെ ഒന്നിക്കുന്നവരല്ലേ, അവരെ പറ്റിയിട്ട് അറിയില്ലല്ലോ, മനസ്സിലാക്കൂല. അപ്പൊ ഇന്നെ കണ്ടാലും ഇങ്ങനെ വീൽ ചെയറിലാകുമ്പോ വീൽ ചെയറിലുള്ള ഒരാളോ, ഞാൻ പണ്ട് ഇങ്ങനെ നടന്നൊക്കെ എന്റെ ഉപ്പൂപ്പാക്കി ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ പണ്ട് ഇങ്ങനെ നടന്ന് ബൈക്കിലൊക്കെ, അതിനിപ്പോ പ്രസക്തി ഇല്ലല്ലോ. ഞാൻ ഇപ്പൊ എങ്ങനെയാണോ പ്രസന്റില് അതിനാ പ്രസക്തി ഉള്ളത്. ഇപ്പൊ ഞാൻ വീൽ ചെയറിലുള്ള ഒരാളല്ലേ, ഇങ്ങനെ ഇവളെ കണ്ടപ്പോഴും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടും മനസ്സറിഞ്ഞിട്ട് എന്നെ സ്നേഹിക്കുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതിയത് സാധാരണ ഗേൾസ് ടോട്ടലായിട്ട് നോക്കി എങ്ങനെയാ നല്ലൊരു നടക്കുന്ന ഒരാളാവണം, ജോലി വേണം, എല്ലാ ഇതും നോക്കും. ഇവളെ അതൊന്നും നോക്കിയില്ല. ഇവളെ മൈൻഡിൽ എന്താ, ഇവളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരാള്, അത് മതി, അത് മാത്രമേ ഇവള് ചിന്തിച്ചുള്ളൂ. പിന്നെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ വിചാരിച്ചത് ഫോണിൽ കൂടെ പറഞ്ഞാൽ വിട്ടുപോകുന്നതായിരുന്നു. പിന്നെ അപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആള് എന്റെ അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ കരുതിയ കാര്യം, ഞാൻ ഇന്നെ നീ നേരിട്ട് കണ്ടാ ഇവള് പോകുന്നു. വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, അപ്പൊ നേരിട്ട് കണ്ടാ ഞാൻ വീൽ ചെയറിലൊക്കെ ഇരിക്കുകയല്ലേ, ഇവള് പ്രതീക്ഷിക്കുന്ന പോലെ ഫോണിൽ കൂടെ അല്ലല്ലോ, നേരിട്ട് കാണുമ്പോ ആ ഒരു ഫീല് വരുന്നു. എന്റെ മനസ്സിലുള്ള ടെൻഷൻ അടുത്തായി ഞാൻ ഇവളോട് പറയും ചെയ്ത്, നീ എന്നെ നേരിട്ട് കണ്ടു നോക്ക്, എന്നിട്ടും നിന്റെ ഇഷ്ടം ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്നിക്കുന്നു പറഞ്ഞു. ഇല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവുക. നിനക്ക് പറ്റാതെ വേണ്ടാതെ ഇതാവണ്ട, നീ കണ്ടിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ കട്ടക്ക് ഉണ്ടാവുന്ന. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ മീറ്റ് ചെയ്തത് കൊല്ലത്ത് വെച്ചിട്ട്. 3 പ്രാവശ്യം ടോട്ടൽ ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. മാരേജ് ചെയ്യുന്നതിന് മുന്നേ 3 പ്രാവശ്യം മീറ്റ് ചെയ്തു. കാരണം അത്രയ്ക്കും എനിക്ക് കോൺഫിഡൻസ് ആവണം, ഇവള് ജീവിതകാലം മൊത്തം എന്റെ കൂടെ എന്തൊക്കെ അവസ്ഥയിലാണെങ്കിലും എന്നെ വിടാതെ കൂടെ കൈ പിടിച്ചിട്ട് നടക്കുന്നവളാന്ന് എനിക്ക് ബോധ്യം വരണം. അതിനാണ് ഞാൻ കാണാൻ പോകുന്നത്. കാരണം ഒരു പ്രാവശ്യം കണ്ടാലും പിന്നെ അവിടെ പെട്ടെന്ന് മാരേജ് ചെയ്താൽ പിന്നെ ഇവൾക്ക് താങ്ങാനാവാണ്ടേ ആയാലോ, അയ്യോ നിങ്ങൾ ഇങ്ങനെയാണല്ലോ അങ്ങനെയാ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയും ഞാൻ ഒരു ദിവസം എണീറ്റ് നടക്കും. ഞാൻ ഇവൾക്ക് മാരേജ് കഴിഞ്ഞപ്പോ വാക്ക് കൊടുത്ത അതുവരെ ഞാൻ നിങ്ങളെ നടത്തിക്കും. ഞാനും അതേപോലെ പറഞ്ഞു ഞാൻ നടക്കും ഒരു ദിവസം. എന്തൊക്കെ മിറാക്കിള് സംഭവിക്കുന്നുണ്ട്, ഡോക്ടർ വരെ പറഞ്ഞ കാര്യം, ഡോക്ടർമാരെ കയ്യിലല്ല ഇത്, നാച്ചുറലി വരേണ്ടതാണ്. ഞാൻ അതിനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂ. ഇപ്പൊ ഇവള് സപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ നല്ല എന്റെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ നീറ്റ് നടക്കും. ആ ഉറപ്പ് എനിക്കും ഉണ്ട്, ഇവൾക്കും ഉണ്ട്. വേറെ ആർക്കില്ലെങ്കിലും ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു വിശ്വാസം. എനിക്ക് ഒത്തിരി സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്, നടക്കുന്ന എല്ലാവർക്കും ഇപ്പൊ വിശ്വാസമുണ്ട്. ആദ്യമായിട്ട് അപ്പം അഖിലിനെ കണ്ടല്ലോ, ഇപ്പം ഇഷ്ടം ഫോണിൽ കൂടി പറഞ്ഞപ്പോ എല്ലാം ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് നേരിട്ട് കണ്ടപ്പോ എന്തായിരുന്നു മനസ്സിൽ? നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഫീലായിരുന്നു. കാരണം അത്ര ഇഷ്ടപ്പെട്ടുള്ള ആ ഒരു ഗ്യാപ്പിനിടയിൽ ഒരുപാട് സംസാരിച്ച് ഭയങ്കരമായിട്ട് അടുത്തുപോയി. പോയി.
കണ്ടാലും ഇല്ലെങ്കിലും ഒരു രൂപം എന്റെ മനസ്സിലുണ്ട്, ഇന്ന ആളാണ് ഇന്റെ ആള് എന്നുള്ള രൂപം ഫസ്റ്റ് കണ്ടപ്പോ ഓടിക്കുക, എന്റെ അടുത്തേക്ക് വന്നില്ല. പേടിച്ച് പേടിച്ചോടിക്കായിരുന്നു. എന്റെ അടുത്തേക്ക് വന്നില്ല. ടെൻഷനും ഓൾക്ക് കൈയൊക്കെ വിറക്കിയായിരുന്നു. ഞാനും അവിടെ ഓൾറെഡി ഇരുന്നിട്ട് അവളെ വെയിറ്റ് ചെയ്യാ. ഞാനും ഓൾറെഡി വേർക്കാണ്, ടെൻഷനിലാണുള്ളത്. അയ്യോ, നേരിട്ട് ആദ്യമായിട്ട് കാണാൻ പോവല്ലേ, നേരിട്ട് എനിക്ക് എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വീൽ ചെയറിലല്ലേ. എനിക്ക് എന്നെ ഒരു കുറച്ചിലുണ്ടായിരുന്നു, എങ്ങനെ ഇവളെ എങ്ങനെ ഫേസ് ചെയ്യും, അതൊക്കെ എന്റെ പേടി. അപ്പോ ഇവൾക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് അല്ലേ, അപ്പൊ അതിന് ഭയങ്കര ടെൻഷൻ, വേർത്ത് വലിച്ചിട്ടൊക്കെയാ വന്നത്. ഞാൻ കണ്ട് അകത്തുനിന്ന് ഇങ്ങനെ അവിടുന്ന് പുറത്തുനിന്ന് റോഡിൽ നിന്ന് ഇങ്ങനെ കണ്ട് പുള്ളി ഇങ്ങനെ അവിടെ ഇരിക്കുന്നതായിട്ട്. പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് എന്തൊക്കെ ഒരു ഷോക്ക്, കൈ ഉറക്കുന്നു, ശരീരം കഴിയുമ്പോൾ തിരിച്ചു പോയി. ഡയലോഗില്ലേ എന്നിട്ട് അവിടുന്ന് കോൾ ചെയ്തു, ഞാൻ നിങ്ങളെ കണ്ടു കേട്ടോ, നീ എന്തോ കാട്ടുക, ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് വന്നു. പിന്നെയാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് ആദ്യം ഞങ്ങൾ കണ്ടപ്പോ കുറച്ചു നേരം സംസാരിച്ചില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ആദ്യം കുറെ നേരം നോക്കി എന്ത് പറയണമെന്ന്. ഫോണിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പറയെങ്കിലും എന്താ പറയണ്ടേ, നീ പറയും, എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ പറയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കായിരുന്നു. പറഞ്ഞു. ഓക്കെ, അങ്ങനെ കണ്ടു, ആ ഇഷ്ടം മുന്നോട്ട് തന്നെ പോയി. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, എന്നാ കണ്ടോ, ഇതാണ് എന്റെ സ്ഥിതി, എന്റെ കോലം ഇങ്ങനെയാണ്, ഇതാ വീൽ ചെയറിലുള്ളത് ഇത് ആർമിക്കാരനാണ്, കണ്ടോ, നീ ഇന്നേ വരെ ഇങ്ങനെ ഒരു ആർമിക്കാരനെ കണ്ടേ ഉണ്ടാവില്ല, ഇന്ന് ഇപ്പൊ കണ്ടോ, ഇങ്ങനെയാണ് എന്റെ സ്ഥിതി. പക്ഷെ അവിടെ നിന്ന് നോക്കാണ്ട് അവൾ അവിടെ നിന്ന് എന്നെ വീൽ ചെയറിൽ ആദ്യമായിട്ട് അവിടുന്ന് തള്ളിയിട്ട് ഇവൾ എന്നെ ടാക്സിയിൽ കയറ്റിയിട്ടുണ്ട്. അവിടുന്ന് ടാക്സിയിൽ കയറ്റിയിട്ട് ഞാൻ ഇവളെ അവിടെ കൊണ്ടുപോയി വിട്ട് ഞാൻ പോയി. എന്റെ അന്ന് ചെരുപ്പ് വരെ ഇവളെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അന്ന് ഫസ്റ്റ് മീറ്റിൽ തന്നെ. അപ്പോഴേ എനിക്ക് ഒരു ഉള്ളില് ആത്മാർത്ഥത ഉള്ള കുട്ടിയാ സത്യം പറഞ്ഞ, അല്ലാതെ വെറുതെ ഒരു വാ കൊണ്ട് പറഞ്ഞ സ്നേഹം ഒന്നുമല്ല, ഉള്ളിന്ന് തട്ടിയ സ്നേഹം തന്നെ. അത് ഇങ്ങനെയൊന്നും പോവില്ല, ഒന്നിക്കേണ്ടതാണ് അന്ന് മുതലേക്ക് തോന്നിയത്. അങ്ങനെയാണ് പിന്നെ ഉറപ്പിച്ചു, ഇതാണ് എനിക്ക് ഉള്ള ആളെന്നല്ലേ. ഞാൻ മുന്നേ എപ്പോഴും ഉറപ്പിച്ചേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ, എന്റെ സ്ഥിതി കൊണ്ടായിട്ടായിരിക്കും എനിക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂലായിരുന്നു. അതിന് ഇപ്പൊ നമ്മള് നോർമൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നാള് പ്രണയിക്കും, കുഞ്ഞു കുഞ്ഞു വഴക്കും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ അത് പൊക്കും. അങ്ങനെയാണ് പൊതുവെ. നിങ്ങളുടെ വീട്ടില് ആരുടെ വീട്ടിലാണ് ആദ്യം പൊക്കി, അങ്ങനെ പൊക്കലൊക്കെ ഉണ്ടായിരുന്നു? പൊക്കലുണ്ടായില്ലായിരുന്നു. എന്റെ വീട്ടില് ഞാൻ അവതരിപ്പിച്ചു, അതായത് അളിയനോട് പറഞ്ഞു ഇങ്ങനെ കുട്ടിയുണ്ട്, എനിക്ക് മാരേജ് കഴിക്കണം. മാരേജിന്റെ ടൈമിലല്ലേ പറഞ്ഞേ? ഇല്ല, അളിയനാണ്. ഞാൻ അച്ഛനോട് ഡയറക്റ്റ് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഫ്രണ്ട്ലി അല്ല, എന്തുണ്ടെങ്കിലും എന്റെ അളിയന്മാരോടാ ഞാൻ പറയാ. അപ്പൊ അച്ഛനോട് ക്ലോസ്ക്ക് പറയാനുള്ള ധൈര്യം ഇല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. അച്ഛനോട് പറഞ്ഞില്ല, ഞാൻ എന്റെ അളിയനോട് പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ പറയണം, കാര്യം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അളിയൻ തന്നെയാണ് അച്ഛനോട് കാര്യം അവതരിപ്പിച്ച്, ഇങ്ങനെ എന്തൊക്കെ മാരേജ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കും ഇങ്ങനെ എന്താണെന്ന് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ സ്നേഹിച്ച കുട്ടിയാണ്, അവളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയാണ് മാരേജിലേക്ക് വരുന്നത്. ഞങ്ങള് മാരേജ് പ്ലാൻ ചെയ്തത് ഇവളുടെ അച്ഛൻ ഇവിടെ ഇല്ല, പുറത്താണുള്ളത്. അപ്പൊ വരാനാവുന്നുള്ള ഒരു രീതിയിലെ അറിഞ്ഞാ വേറെ കെട്ടിക്കുന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നിച്ച് ഇനി മുന്നോട്ട് പോയാലേ എനിക്ക് ഒരു ലീവും ഉണ്ടാവില്ല, ഞാൻ പിന്നെ കുറെ വഴുകും, അപ്പൊ പിന്നെ മാരേജും നടക്കൂല, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. അതുവരെ ആർക്കും അറിയില്ലായിരുന്നു, അവളുടെ വീട്ടിലാണേലും എന്റെ വീട്ടിലാണേലും അറിയില്ലായിരുന്നു. മാരേജ് കഴിഞ്ഞ് ഇവള് അവിടുന്ന് ഇറങ്ങി പോകുന്നതായിരുന്നു. വീട്ടില് വേറെ കാരണം പറഞ്ഞിട്ട് ഇറങ്ങി പോന്നു. ഇതിന്റെ ഒരു ഇത് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ കുറെ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോ വഴി എനിക്ക് നല്ല ഉണ്ടായിട്ടുണ്ട്, ചീത്തതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്, രണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ജനങ്ങളെ ഞങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ സത്യം പറഞ്ഞെങ്കിൽ ആ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോ സങ്കടം തോന്നി, സന്തോഷം തോന്നി. ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞാൽ കുറെ നെഗറ്റീവ് പറയുന്ന ഞങ്ങളെ പറ്റിയിട്ട്, പക്ഷെ ഒരാളും നെഗറ്റീവ് പറഞ്ഞില്ല. ഒത്തിരി പേര് നല്ല ഇതും പറഞ്ഞു. എനിക്ക് ഇൻസ്റ്റയില് ഒക്കെ ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല സ്റ്റോറി, ഞാൻ കേട്ടിരുന്നു, സെക്കൻഡ് പാർട്ടിന് കാത്തിരുന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ. ഈ സപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ്, ധൈര്യം വന്നു ജീവിക്കാൻ, മുന്നോട്ട് ഇവളെ കൂടെ ജീവിക്കാൻ ധൈര്യം വന്നു. ആരും ഞങ്ങളെ തളർത്തിയില്ല ജീവിച്ച്. ഇത് നല്ല വശം ആ വീഡിയോയിലൂടെ കിട്ടിയതാ. ഇനി മോശം വശം എന്ന് പറഞ്ഞാല് ഒരുപാട് പേര് ഇത് കണ്ട അതിൽ നല്ല കമന്റ്സ് ആണ്, പക്ഷെ അവിടെ ഉള്ളവർ അവളുടെ അമ്മേനെ കുറെ കുറ്റപ്പെടുത്തിയവരുണ്ട്. നിങ്ങൾ എന്തിന് ഇങ്ങനെ ഒരാളെ കേട്ടിക്കാൻ സമ്മതിച്ച്, എന്തിനു നിന്ന്? സത്യം പറഞ്ഞാൽ അവരെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ അമ്മയിലുള്ളായിരുന്നു. മാരേജ് കഴിഞ്ഞപ്പോഴാണ് അമ്മേനെ അറിയിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ അമ്മ
ഞങ്ങളെ കൂടെ നിന്ന്. കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളല്ല, എങ്ങനെയാണെങ്കിലും അമ്മ ആക്സെപ്റ്റ് ചെയ്ത്. എൻ്റെ വീട്ടുകാർ അവരെ വീട്ടുകാർ ഇപ്പോൾ ആയിട്ട് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സന്തോഷത്തോടെയാണ് പോണേ. പക്ഷെ ഈ കുറച്ച് പേരുണ്ട് നെഗറ്റീവായി കണ്ടിട്ട് എന്തിന് വീൽ ചെയറിലുള്ള ഒരാളെ കെട്ടി അവർ ഇനി അധികകാലം ജീവിക്കൂല, അധികകാലം നല്ല പോലെ പോവില്ല, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അത് അമ്മയ്ക്ക് ഒത്തിരി ഫീലായി. അമ്മ ഞങ്ങളെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇനി ഒരു എന്നോട് ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇനി ചെയ്യൂല. എന്തിനാണ് ഒരു ഇന്റർവ്യൂ കാരണം ഞങ്ങളിപ്പോ അടിപൊളിയായിട്ട് പോകുന്ന ജീവിതം തകരാൻ ഞാൻ സമ്മതിക്കൂല. ഇന്റർവ്യൂല് ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. ആ ഇന്റർവ്യൂവിൽ എന്തൊക്കെ ഉണ്ടോ ഞങ്ങളെ ജീവിതത്തിൽ നടന്ന അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചിക്ക് പോലും സംസാരിക്കാൻ അവസരം കൊടുത്തില്ല. പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞു, മനസ്സിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും മറച്ചു വെച്ചിട്ടോ ഒന്നുമില്ല. പക്ഷെ അതിലൊരു വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്മേനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി. അമ്മയ്ക്ക് നല്ല സങ്കടം, തെറ്റിദ്ധാരണ ഉണ്ടായി. അമ്മ എന്തിനു സപ്പോർട്ട് ചെയ്ത്? അമ്മ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. ഒരു മക്കളും ഇങ്ങനത്തെ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യില്ല. ഒരു അമ്മമാരും മക്കളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ മാരേജ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് എന്തായാലും അമ്മയ്ക്കും തോന്നി, ഞങ്ങളും സംസാരിച്ചിരുന്നു, നല്ലൊരു മോനാണ്, അവൻ പൊന്നുപോലെ നോക്കിക്കോളും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇവളെ കെട്ടിയത്, എനിക്ക് എല്ലാവരോടും കൂടെ അതാ പറയാറ്, ഞാൻ ഇവളെ കെട്ടിയത് ഇവളെ എനിക്ക് പൊന്നുപോലെ നോക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടാ, അല്ല ഞാൻ കെട്ടൂലായിരുന്നു. ആ ഉറപ്പ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ജീവിതകാലം മൊത്തം ഞാൻ മരിക്കും വരെ ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കും. ഞാൻ ഇങ്ങനെയാണെങ്കിലും സത്യം അല്ല, ഇത് വെറുതെ ഞാൻ തള്ളി മറക്കി ഒന്നുമല്ല, രണ്ടാള് കാണാനോ ഉള്ളതല്ല, ഇത് എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ആൾക്കാളെ ഞാൻ പൊന്നുപോലെ കൊണ്ടുവരും. വീൽ ചെയറിലാണെങ്കിലും ഞാൻ ഇപ്പൊ അവളെ ഗോവയിൽ ഞങ്ങൾ പോയിരുന്നു, ഞങ്ങൾ എത്ര കറങ്ങാൻ പോയി. ഇപ്പൊ അവള് പൂനെയിൽ വന്ന് ഇപ്പൊ വേറൊരാളെ കെട്ടാണെങ്കിൽ ഇവൾക്ക് എന്റെ കൂടെ ഉള്ള സന്തോഷം ഒരിക്കലും കിട്ടൂല. ഇത് ഞാൻ പറഞ്ഞ വരിയല്ല, ഇവള് എന്നോട് പറഞ്ഞത്. ഞാൻ വേറെ ആരെയും കെട്ടാണെങ്കിൽ എനിക്ക് ഇത്ര സന്തോഷം നിങ്ങളെ കൂടെ ഉള്ള അത്ര കിട്ടൂല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീൽ ചെയറിലാണെങ്കിലും അടിച്ചു അവരെ ആക്സെപ്റ്റ് ചെയ്ത് ഒന്നിക്കാൻ തീരുമാനിച്ചതാ. ജീവിക്കേണ്ടത് ഇവളല്ലേ, വേറെ ആരും അല്ലല്ലോ. അപ്പൊ ഇവള് തീരുമാനം എടുത്തിട്ടല്ലേ എന്റെ കൂടെ വന്നത്. അപ്പൊ ഈ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം വരുന്നത്? എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി പേഷ്യന്റ് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം കളയുന്നത്? ഞാനെവിടെ ജീവിതം കളഞ്ഞത്? ഞാൻ അവളെ അടിപൊളിയായിട്ട് തന്നെ നോക്കും. ഞങ്ങളിപ്പോ ബൈക്ക് പോയ കണ്ടില്ലേ, ഞങ്ങൾ പോകുന്നില്ലേ, 3 ടയർ ബാക്കിലുണ്ട് എന്നല്ലേ ഉള്ളൂ. ഇത് എനിക്ക് പറ്റാത്ത എന്റെ രീതിയിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇവളെ ഞങ്ങൾ അടിച്ചുപൊളിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നോർമൽ ആൾക്കാരാണെങ്കിലും ചേച്ചി പറയും, നോർമൽ ആളില് സെലിബ്രിറ്റി ആണെങ്കിലും നടന്മാരാണെങ്കിലും എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ട്, എത്ര മാരേജ് നടക്കുന്നുണ്ട്. അപ്പൊ ഡൈവേഴ്സ് എന്ന് പറയുന്നത് വീൽ ചെയറിലുള്ളവർ ഉണ്ട്. ഇപ്പൊ പണം മാത്രം ഉണ്ടായ പോരാ, എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ട്, പണവും സമ്പത്തും ഉണ്ടായോണ്ടാണ്, നിന്റെ ജോലിയും പണമൊക്കെ ഉണ്ടായോണ്ടാണ്. ഈ പണം കൊടുത്താൽ സ്നേഹം കിട്ടൂല, പണം കൊടുത്താൽ ഇങ്ങനത്തെ ഒരു പെണ്ണിനെയും കിട്ടൂല. പണം കൊടുത്ത് നോക്കി കിട്ടുമോ? ഇല്ല. നല്ല മനസ്സുള്ള പെണ്ണിനെ സ്നേഹിക്കുക തന്നെ വേണം. അതിന് പണം എന്തുണ്ടായിട്ട് കേട്ടില്ല. അപ്പൊ ഞങ്ങൾ സ്നേഹിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കെട്ടിയവരാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 5 പേരിൽ ഒരുപോലെയല്ല, എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്നില്ല, വേറെ ഇത്. പക്ഷെ എനിക്ക് ഇത്രയേ അറിയാലോ, ഞങ്ങൾ അടിച്ചുപൊളിയെ ജീവിച്ചോട്ടെ, ഞങ്ങളെ കുറ്റം പറയാൻ, അതായത് അമ്മേനൊക്കെ വിഷമിപ്പിച്ചാൽ എനിക്ക് ഒട്ടും സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഇന്റർവ്യൂ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ആ ഒരു ഇന്റർവ്യൂയിലൂടെ അമ്മേനെ ഒത്തിരി സാധനം. അപ്പൊ ആരും എൻ്റെ അമ്മേനെയോ അവിടുത്തെ അമ്മേനെ ആരും കുറ്റം പറയരുത്. ഞങ്ങളെ ഇപ്പൊ വീട്ടുകാർ തമ്മിലും ഒക്കെ, അവരെ വീട്ടുകാർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, 12 ആൾ വന്നിരുന്നു. ഞങ്ങളിപ്പോ ഒരു പ്രശ്നമില്ല. അവളുടെ അച്ഛൻ തന്നെ എന്നോട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലിപ്പോ ഒരു പ്രശ്നമില്ല. വീട്ടുകാരാണ് ഞങ്ങൾ, അവരും ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ ജീവിതം ഞങ്ങൾ അടിച്ചുപൊളിയായിട്ട് പോകുന്നതാണ്. അപ്പൊ ഒരു ഇന്റർവ്യൂ ചെയ്തെന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പൊ ഈ ഇന്റർവ്യൂ ചെയ്യുന്നതന്നെ എന്നെ പോലെയുള്ള ഒരുപാട് പേരുണ്ട്. എനിക്ക് വീൽ ചെയറിലുള്ളവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേട്ടൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കും വീഡിയോയിലൊക്കെ വരാനുള്ള, അവരൊന്നും മുഖം കാണിക്കലേ ഇല്ല വീഡിയോ ഇടുമ്പോൾ, ഞങ്ങൾക്കും ഒരു കോൺഫിഡൻസ് കിട്ടിയിരുന്നു. ഒത്തിരി വീൽ ചെയറിലുള്ള, ഞാൻ സത്യം പറഞ്ഞാൽ വീൽ ചെയറിലുള്ളവരെ കണ്ടിട്ട് തന്നെ ഞാനും ഇതായത്, മോട്ടിവേറ്റ് ആയത്. അപ്പൊ അവർക്കും എന്റെ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി ഇതായി. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ കാരണം ഈ അടച്ചിട്ടവര് പുറത്തേക്ക് വരികയാണെങ്കിൽ എത്ര സന്തോഷമുള്ള കാര്യം. ഇപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ഇറങ്ങി വന്നു, കല്യാണം കഴിച്ചു അല്ലെ, അമ്പലത്തിൽ പോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുശേഷമുള്ള ആ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? നേരെ വീട്ടിലേക്ക് വന്നു, അപ്പം വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ? വീട്ടുകാരൊക്കെ ഫുള്ള് സപ്പോർട്ടാ. എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇന്നേ വരെ കല്യാണത്തിന് ശേഷം ഇന്നേ വരെ എന്നെ സ്വന്തം മോളെ പോലെ. 2 ചേച്ചിമാരുണ്ട്, ഇയാൾക്ക് മൂത്തത്. അതിൽ ഏറ്റവും ഇളയ കുട്ടിയായിട്ട് തന്നെയാണ് എപ്പോഴും. അച്ഛനാണെങ്കിൽ പുറത്ത്
പീഡിയയിൽ ജോലി കഴിഞ്ഞ് വന്നാലും കുട്ടിയൊക്കെ മക്കൾക്ക് മേടിച്ചോണ്ട് വരുന്ന നല്ല സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും അമ്മ ഇങ്ങനെ ആദ്യമായിട്ട് വീട്ടിലെ കയറി വരുന്നത് രാത്രി 12 മണിക്ക് 12 നിലവിളക്ക് എടുത്തിട്ട് കയറുന്നത്. അത്ര ഡിസ്റ്റൻസ് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു എന്താ പറഞ്ഞ സാധാരണ നമ്മളെ ചടങ്ങുമൊക്കെ ചെയ്യ പകലല്ലേ, നമ്മള് രാത്രി ഞങ്ങളെ കാര്യത്തിലെല്ലാം വെറൈറ്റിയും വേറെ തന്നെ. രാത്രി 12 മണിക്ക് നിലവിളക്ക് കൊടുത്തിട്ട് കയറുന്നത് അമ്മ അമ്മ രാത്രി 12 മണിയൊന്നും അല്ല, അതും കഴിഞ്ഞിട്ടുണ്ട്. 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ എത്താൻ നല്ല ലേറ്റ്. അതുകൊണ്ട് അവിടെ എന്റെ വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നിലവിളക്ക് എടുത്ത് കയറി സാധാ ചടങ്ങ് പോലെ തന്നെ. ഞാൻ കാറിന് ഇറങ്ങുന്നില്ല, എല്ലാരെയും കണ്ടപ്പോ എനിക്ക് നല്ല നോർമൽ ആയിട്ടുള്ള ഒരു മാരേജ് അല്ലല്ലോ, ഇറക്കി കൊണ്ടുവന്നല്ലേ. ഇപ്പൊ നാട്ടില് എങ്ങനെ, പക്ഷെ അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് ഒരുവിധം എല്ലാവരും അറിയിച്ചിട്ടുണ്ടേ. അപ്പൊ പിന്നെ ആൾക്കാർ കൂടുമല്ലോ കാണാൻ വേണ്ടി. പക്ഷെ രാത്രി ആയതുകൊണ്ട് ആ ടൈമിൽ ആരും വരില്ലല്ലോ. പിറ്റേന്ന് തൊട്ടിട്ട് ഓരോരുത്തർ വരാൻ തുടങ്ങി കാണാൻ വേണ്ടിട്ട്. കാരണം എന്റെ കല്യാണം കഴിഞ്ഞല്ലോ, ആ പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് ഒത്തിരി പേര് വന്നു. ഓക്കെ. ഇപ്പൊ എന്നിട്ട് ഇപ്പം 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. 7 മാസം ആവുന്നു. ഏപ്രിലിൽ മാരേജ് കഴിഞ്ഞായിരുന്നു. ഇനി അതും കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. അന്ന് ഞങ്ങൾ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് നടത്തണമെന്ന്. അന്ന് എന്റെ അച്ഛനോ അമ്മയോ അവളുടെ ആരും ഇല്ലാത്തോണ്ട് ഞങ്ങൾ അളിയന്മാരും ചെറിയ പരിപാടിയായതുകൊണ്ട് ഗുരുവായൂർ വെച്ച് നടത്തിയില്ല. ഞങ്ങൾക്ക് എല്ലാവരും വേണം, അച്ഛനും അമ്മയും ഒക്കെ നിന്നിട്ട് വേണം പരിപാടിയാണ്. അതുകൊണ്ട് അടുത്ത ഏപ്രിലാണ് ഞങ്ങളെ ഫസ്റ്റ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് ഒന്ന് മാലയിടണമെന്നുണ്ട്. താലി കെട്ടല്ല, അത് ഓൾറെഡി കെട്ടിയാണ്. തുളസിമാല ഇട്ടിട്ട് അന്ന് എല്ലാവർക്കും ഒരു പ്രോഗ്രാം പോലെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ഫംഗ്ഷൻ കൊടുക്കണമെന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം അഖിൽ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ചുമ്മാ വീൽ ചെയറിൽ ഇരുന്ന് എൻ്റെ ലൈഫ് ഇനി വീൽ ചെയറിലായി പോയി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ അല്ല. ഫുൾ ഓഫ് പോസിറ്റിവിറ്റി. ലൈഫ് എങ്ങനെയൊക്കെ ഇങ്ങനെ ഇടിച്ചിതാക്കാൻ ശ്രമിച്ചാൽ അതിനെ എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് മറികടക്കാന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അഖിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അഖിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഇപ്പം അഖിൽ പറയുന്നുണ്ട് വീൽ ചെയറിലുള്ള ആൾക്കാർക്കാണ് കുറച്ചുകൂടി മോട്ടിവേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അല്ലാത്തവർക്കും ഭയങ്കര മോട്ടിവേഷൻ കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോ ചെറിയ ചെറിയ മടിയാണ്, അതാണ് ഇതാണ് പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനടക്കം പല ആൾക്കാർക്കും മടിയുള്ള ആൾക്കാരാണ്. പക്ഷെ അഖിൽ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്, ബാസ്കറ്റ് ബോൾസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ അതിന്റെ പരിപാടീസ് ഒക്കെ? അതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം അവിടെ ബാസ്കറ്റ് ബോൾ ഓൾറെഡി കളിക്കലുണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം പോയി ഇങ്ങനെ കണ്ടിരിക്കുവായിരുന്നു അവിടെ പുറത്തിരുന്നിട്ട് ഇവരെങ്ങനെ കളിക്കുന്നു വീൽ ചെയറിൽ ഇരുന്നിട്ടും ഇതൊക്കെ പറ്റും അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയതാ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ അവിടെ കയറി എന്നെ അവരെ വിളിക്കും വാ വന്ന് കളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഇറങ്ങി നോക്കി. അപ്പൊ അത് അവിടുന്ന് തട്ടുന്ന് മുട്ടുന്ന് വീഴാൻ പോകുന്നു, എന്നെ കൊണ്ട് പറ്റൂല എന്ന് ഞാൻ പോകുന്നതാ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് എന്തെങ്കിലും ഒന്ന് കളിക്കണ്ടേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞില്ലേ ഫുട്ബോൾ ആയിരുന്നു. കാലുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ നാട്ടിൽ നിന്ന് ചെക്കന്മാരൊക്കെ കൂടെ കളിക്കാൻ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ള കളിയാണ് ഫുട്ബോൾ. അപ്പൊ ഇപ്പൊ എന്തായാലും കാലിനോട് തട്ടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് കൈയോണ്ട് തട്ടുന്ന ഒരു കളിയാണ് ബാസ്കറ്റ് ബോൾ. ബോൾ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി. പേടി ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റ് കാരണം ഞാൻ പിന്നെയും കളിക്കാൻ ചേർന്നു. സ്റ്റാർട്ടിങ് ഇങ്ങനെ കളിച്ചിട്ട് അവിടെ പിന്നെ കോമ്പറ്റീഷനും ഞാൻ അവിടെ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ പോലെ വെക്കണം, ഞങ്ങൾക്കൊരു മാച്ച് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ വെച്ച് ഞങ്ങൾ ഒരു മാച്ച് നടത്തലുണ്ടായിരുന്നു അവിടെ ഉള്ളവര്. പിന്നെ അവിടെ ഒരു PRC എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട്, ഇങ്ങനെ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയവർക്ക് അവിടെ ഒരു സെന്റർ വെക്കുന്നുണ്ട് വീൽ ചെയറിലുള്ളവർക്കായിട്ട്. അപ്പൊ അവിടെ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അവരെ കൂടെ മാച്ച് ഉണ്ടായിരുന്നു, അവരെ കൂടെ കളിച്ചു. അവരൊക്കെ നാഷണൽ കളിക്കുന്ന ടീമാണ്. അങ്ങനെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ തുടങ്ങി. ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒരു ഫ്രണ്ട്ലി, ഇപ്പൊ നാട്ടിൽ ഫുട്ബോളൊക്കെ കളിക്കൂലേ അതേപോലെ ഫ്രണ്ട്ലി മാച്ച് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഡെയിലി കളിക്കും. അപ്പൊ പിന്നെയാണ് അവിടുന്ന് സ്വിമ്മിങ്ങിന് പോവാറുണ്ട്. അപ്പൊ എനിക്ക് സ്വിമ്മിങ്ങിന് പോകണമെന്നുണ്ട്. ഇല്ല അത്ലറ്റിക്സ് രണ്ടുണ്ട്, ഷോർട്ട് പുട്ട് അല്ല ഇത്, പിന്നെ സ്വിമ്മിങ്, 2 ഐറ്റം. ഞാൻ ആദ്യം പോയത് അത്ലറ്റിക്സ് ആയിരുന്നു. അതിൽ ഷോർട്ട് പുട്ടൊക്കെ നോക്കാം, എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. കാരണം വീൽ ചെയറിൽ തന്നെ ഇരിക്കണം ഒത്തിരി നേരം. അപ്പൊ അതിലും നല്ല ഒത്തിരി നേരം ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലും നല്ലത് വേറെ എന്തെങ്കിലും നോക്കണം എന്നുള്ളപ്പോഴാണ് സ്വിമ്മിങ് നോക്കി. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു ഈ അവസ്ഥയിൽ സ്വിമ്മിങ് എങ്ങനെ ചെയ്യും, എന്നെ കൊണ്ട് പറ്റുമോ, അത് മനസ്സിൽ ഒരുപാട് ടെൻഷനുള്ള കാര്യം. സ്വിമ്മിങ് നീന്താൻ പറ്റുമോ ഈ അവസ്ഥയിൽ? അപ്പൊ ഞാൻ പോയിട്ട് എനിക്ക് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് പോയിട്ട് ട്രൈ ചെയ്തപ്പം പറ്റുന്നുണ്ട്, അത്യാവശ്യം 10 മീറ്റർ ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഡെയിലി അവിടുന്ന് ഞങ്ങൾക്ക് ആംബുലൻസ് തരും. അങ്ങനെ ഡെയിലി ഞാൻ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയായിരുന്നു. ഞങ്ങൾ മൊത്തം 2 ആളുണ്ടായിരുന്നു ആ ടൈമിൽ, ഞാനും വേറെ. ആ സാറ് നല്ല മെഡലൊക്കെ മേടിക്കുന്ന ആളാ, ഒരു ബംഗാളിലുള്ള ആളാ. ഒത്തിരി നാഷണൽ മെഡൽസ് ഒക്കെ പോയി. അങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. അപ്പൊ ഡെയിലി പോയിട്ട് 10 മീറ്ററുള്ള 20 മീറ്ററായി, 30 മീറ്ററായി, ലാസ്റ്റ് 50 മീറ്ററായി. ഇപ്പൊ ഞാൻ ചെയ്യല് 1 കിലോമീറ്റർ കണ്ടിന്യൂ ചെയ്യും നിർത്താണ്ട്. ഇപ്പം നാഷണൽ ഞാൻ പോയിരുന്നു, അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് 1 കിലോമീറ്റർ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ പോയത് ആസാമിലായിരുന്നു. ആസാമിൽ നാഷണൽ സർവീസസിൽ സെലക്ഷനായി.
അതായത് ആർമീൻ്റെ ടീമാണ്, സർവീസ് ഒന്നാണ്. അതിൽ സെലക്ഷനായിട്ട് ഞാൻ ആസാമിൽ ഓൾ ഇന്ത്യ ലെവലാണ് പാരാലിമ്പിക്സിൽ പോയി പങ്കെടുത്ത്. എനിക്ക് പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു. പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയലുണ്ടാവില്ല, ഈ വീൽ ചെയർ, ഒരു കാലില്ലാത്തവർ, അങ്ങനെ ഡിസബിൾഡ് ആയവരില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ് പാരാലിമ്പിക്സ്. അങ്ങനെ പാരാലിമ്പിക്സിൽ ഞാൻ എത്തിപ്പെട്ട് അന്ന് ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അന്ന് അധികം പ്രാക്ടീസും ഇല്ലായിരുന്നു, എനിക്ക് അതിൽ മെഡൽ കിട്ടിയില്ല അന്ന്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു, വിട്ടുകൊടുത്തില്ല. എനിക്ക് അടുത്തതിൽ പിടിക്കണം എന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി പിന്നെ കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഡെയിലി പോവുമായിരുന്നു. പ്രാക്ടീസ് ചെയ്ത് നെക്സ്റ്റ് പോയത് ഗ്വാളിയർ ആയിരുന്നു, മധ്യപ്രദേശ്. അതിന് പോയി. അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു 3rd കിട്ടി, ബ്രോൺസ് മെഡൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാമത് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഗോവ, ഇവളെയും കൂട്ടി പോയിന്ന്. അപ്പോൾ മാരേജ് കഴിഞ്ഞ ശേഷം ഇവളുണ്ടായിരുന്നു. ഈ അടുത്ത് ഗോവയിൽ പോയി അവിടെയും ബ്രോൺസ് മെഡൽ വാങ്ങി. എൻ്റെ കണ്ടിന്യൂ ഉള്ള ഒരു എഫേർട്ട് കാരണം ബ്രോൺസിൽ വരെ എത്തി. ഇനി എഫേർട്ട് ചെയ്തിട്ട് എനിക്ക് ഗോൾഡ് മേടിക്കണം എന്നാണ് ആഗ്രഹം. നടക്കട്ടെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോ ശരിക്കും ഭയങ്കര മോട്ടിവേഷൻ ആക്കി കേൾക്കുമ്പോ അല്ലേ, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് എന്തായാലും ഇത്ര അടിപൊളി കപ്പിൾസിനെ കിട്ടുമ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കാതെ വിടാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അവരുടെ കയ്യിൽ 2 സ്ലേറ്റും ഒരു 2 പെൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. പഴയ ഒരു നൊസ്റ്റാൾജിക് നമ്മൾ മലപ്പുറത്തം റൗണ്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ചില നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അറിയാം 10 എത്ര ഉണ്ടെന്ന്. 10 പൂജ്യം. ഓക്കെ, ഇങ്ങനെ താഴെ ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. 1 2 3 ഇട്ടിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അഖിലയ്ക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള സ്ഥലം? അഖിലക്ക് പിന്നെ ഞാൻ എഴുതണോ? അവൾക്ക് എപ്പോഴും പറയണ ഞാൻ പറയില്ല, ഇത് തന്നെ പറഞ്ഞു. ഇതെല്ലാത്തിനും അറിയരുത്. പറയാറുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം പറയാറുണ്ട്, എഴുതി നോക്കാം. എഴുതാ ഒരു സ്ഥലം അങ്ങോട്ട് കുട്ടി. അയ്യോ, ഞാൻ അങ്ങനെ എങ്ങും പറഞ്ഞിട്ട് എനിക്ക് പാട്ടാടാ പറ്റൂലേ? പണ്ടത്തെ ഒരു പാട്ടാ ഓർമ്മ വരുന്നേക്ക്. ഇല്ലല്ലേ? സ്ഥലം എഴുതിയിട്ട് പേര് പറഞ്ഞാൽ മതി. എഴുതിയോ? എഴുതിയില്ലേ? എന്റെ ആൻസർ എന്താ? ബീച്ച്. ഏതാ പാട്ട്? കടലിനക്കരെ അത് പറയുമ്പോ കടലിനക്കരെ അങ്ങനെ എവിടെയും പോകണമെന്ന് ആഗ്രഹം എന്നോട് പറഞ്ഞത്, ഏറ്റവും ആഗ്രഹം പറഞ്ഞത് ബീച്ച്. അധികം പറയും. അന്ന് കോഴിക്കോട് പോയപ്പോഴും ബീച്ചിൽ പോകും. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതാ ഞാൻ ബീച്ച് എഴുതി. ശരി, ഓക്കെ. കണ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കളർ, ഇന്ന കളറിലെ ഷർട്ട് ആണെങ്കിൽ തീർച്ചയായും അവിടെ വരും. കാരണം എനിക്ക് അത് എന്റെ ഒരു ഉറപ്പാണ്. എന്താ? കറുപ്പ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കാം, പാറുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളർ? ഇത് അടി ഉണ്ടാവേണ്ടതാണ്. എനിക്ക് ഇഷ്ടമുള്ള അവള് പറഞ്ഞ് അവളെ ഇഷ്ടം. അങ്ങനെയല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ്. എഴുതിയോ? കൺഫ്യൂഷൻ. ഇതിപ്പോ എല്ലാ കളറും എന്താ? റെഡോ? കറുപ്പ്. ഞാൻ എപ്പോഴും കറുത്ത ടീഷർട്ട് അല്ലെ കറുത്ത ഷർട്ട് അങ്ങനെ തന്നെ. വീട്ടിൽ ചെല്ലിട്ട് ഓടിക്കണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമായിട്ട് ഒരുമിച്ച് കണ്ട സിനിമ? തിയേറ്ററില്. അശ്ശോ, മാരേജ് കഴിഞ്ഞതിന് ശേഷം മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു മാരേജ് കണ്ടുള്ളൂ. അതല്ലേ ആദ്യമായിട്ട് കാണുന്നേ. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. കൗണ്ട് ഡൗൺ എടുക്കണം. 2 3 എനിക്കത്തില്ല, ഓർമ്മശക്തി തീരെ കേട്ടോ. സന്തോഷ് പടം വാങ്ങി കൊടുക്കണം. സത്യം. 1 എഴുതിയാൽ മതി. എല്ലാ മൂവി എഴുതി വെച്ചിട്ടാ ഇതിനകത്ത് എഴുതിണ്ടെന്ന് പറയുന്നത്. 9:30 നിർത്തിക്കോ, മതി. എനിക്ക് ഓർമ്മയില്ല. ഇല്ല. ഓക്കെ, എന്തായിരുന്നു? ആവേശം. എന്തൊരു ആവേശമില്ലാതെ. ഓക്കെ, പാറു ഉണ്ടാക്കുന്നതില് അഖിലിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് എപ്പോഴും പറയാം, എടി ഈ ഫുഡ് സൂപ്പർ ആയിരുന്നു എന്ന് പറയുന്നത്. എന്റെ എല്ലാ ഫുഡ് സൂപ്പറാന്ന് പറയുന്നത്. എല്ലാ ഫുഡും ഞാൻ സൂപ്പറാന്ന് പറയേണ്ട കാര്യം. അവൾ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കും. എന്നാലും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഏതായിരിക്കും?
അല്ലെങ്കിൽ എപ്പോഴും അത് ഉണ്ടാക്കി തരാവോ എന്ന് ചോദിക്കുന്നു. എന്താ? ബിരിയാണി അല്ല, പഴംപൊരി. ഞാൻ പറഞ്ഞല്ലോ അപ്പഴേ, എന്തുണ്ടാക്കിയാലും എനിക്ക് സൂപ്പറാ. ബിരിയാണി ഉണ്ടാക്കി ഞാൻ എന്നോട് എപ്പോഴും പറഞ്ഞടി പഴംപൊരി പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോ കഴിക്കലുണ്ട്, എപ്പോഴും ഉണ്ടാക്കി തരാം. ഓക്കെ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 1 2 3 4 5 ക്വസ്റ്റ്യൻ ആയി. 5-ല് 2 ശരി, മൊത്തം 5 ചോദിച്ചു ഞാൻ. ഓക്കെ, കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ ഏതോ ആട്ടെ, മലയാളം, ഹിന്ദി, തമിഴ്, ആരാ? ഞാൻ ലാലേട്ടൻ. ഭാഗ്യം, കറക്റ്റ്. ഓക്കെ, ദേഷ്യം വരുമ്പോ കണ്ണൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക്? പറഞ്ഞു ഞാൻ അതേ എഴുതുള്ളൂ, അതേ എഴുതുള്ളൂ. പറയുന്ന വാക്ക് ഞാൻ അതിനെ എഴുതും. അച്ഛനോ? അവളെ അച്ഛനെ വിളിക്കാം. എനിക്ക് ഞങ്ങൾ ഇതിനെ എതിർത്തെങ്കിലും ആ അച്ഛനെ കൂടുതൽ ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഓർമ്മിക്കൊണ്ട് എപ്പോഴും അച്ഛനെ വിളിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഈ തൊട്ട് മുന്നേ ഞാൻ തല്ലുകൊടുത്തതാ. എനിക്ക് അത് ഒത്തിരി ഇഷ്ടമാണ് അച്ഛൻ. എന്നോട് പറഞ്ഞിട്ട് എപ്പോഴും വിളിക്കാൻ കേട്ടോ. ഞാൻ ഒരു സ്നേഹം കൊണ്ടല്ലേടി അച്ഛനോട്. ഞാൻ പക്ഷെ തിരിച്ചു വിളിക്കില്ല കേട്ടോ. ഇല്ലല്ല, അവളെന്നാ വരെ എന്നെ തിരിച്ചു വിളിച്ചില്ല. പക്ഷെ ഓക്കെ, നിങ്ങക്ക് ഇനി 2 പേർക്കും കൂടി ഒരുമിച്ച് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം ഇനി നെക്സ്റ്റ് പോകാനുള്ള, ഇതുവരെ പോവാത്ത, അന്ന് ഇങ്ങനെ നമുക്ക് ഇനി അവിടെ പോണം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവിടെ പോണം എന്നുള്ളൊരു സ്ഥലം? എനിക്കിഷ്ടമുള്ള 2 സ്ഥലം ഉണ്ടായിരുന്നു. വന്ന് 2 എഴുതിക്കും പോയിന്റ് വരും. എഴുതിയോ? ഏതാ? എന്റെ മൂന്നാറ് അല്ലെ ജമ്മു? എന്റെ ജമ്മു. ഓക്കെ, അപ്പൊ ജമ്മു ഉണ്ട്. ജമ്മു ഉണ്ട്. ശരി. സ്നേഹം വരുമ്പോ പാറു വിളിക്കുന്ന ഒരു പേര് കണ്ണനെ. സ്നേഹം വരുമ്പോ എന്താ വിളിക്കാൻ? എടാ ഓടാന്നൊക്കെ. അല്ല, അതല്ല വിളിക്കല്. സ്നേഹത്തിൽ എഴുതിയോ? ദൈവം എന്താ ദൈവത്തിനറിയ. എന്താ? ഏട്ടായി. അപ്പൊ മാത്രം എന്തോ ഒരു കാര്യം ഏട്ടാന്ന് ഒളിപ്പിച്ച് വിളിക്കുമ്പോ, അല്ലാത്തപ്പോഴൊക്കെ പീടിയിൽ എന്തെങ്കിലും കാണാൻ കടയിൽ ഏട്ടാ. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യന്, കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട്? പാട്ടോ? ഇല്ലേ, ഇടയ്ക്ക് പാടുന്നത്? പാടുമായിരുന്നു മറ്റേ സിൽസിലായിട്ട് തുടക്കം വന്നിരിക്കറിയത്തില്ല. എന്നാലും ഒരു ഫേവറേറ്റ് പാട്ട്? വേറൊരു ഫേവറേറ്റ് പാട്ടുണ്ടായിരുന്നല്ലോ കണ്ണൻ. എന്നെ പറഞ്ഞോട് കണ്ണന്റെ ഫേവറേറ്റ് പാട്ട്? വെറുതെ തൊള്ള തുറന്ന് പാടുന്ന എനിക്കറിയത്തില്ല. എഴുതിയോ? എങ്ങനെ പോലും അറിയത്തില്ല. ചോദിച്ചോ. ഓക്കെ, കണ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാഹനം? ഏത് വാഹനന്നൊക്കെ വേണം, അതായത് പേരോ അങ്ങനത്തെ വേണ്ടത്? അയ്യോ, പേരൊന്നും എഴുതല്ലേ, എനിക്ക് വണ്ടിയുടെ അതേതാ വാഹനം എന്ന് പറയാം. ഞാൻ 2 എഴുതിയുണ്ട്. ഞാൻ കാർ എഴുതിയ. പിന്നെ ഒന്ന് എഴുതിയത് 220 പണ്ടത്തെ ഒരു ബൈക്ക് പണ്ടത്തെ. ഇപ്പൊ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതന്നെ എഴുതി. ശരി, ഓക്കെ. അപ്പൊ തന്നെയായില്ലേ? എത്രണ്ണം തെറ്റ്? 7 ശരി 3 തെറ്റ്. എന്റെ ഒന്ന് പറഞ്ഞ തെറ്റുണ്ടായിരുന്നു, ആവേശം പറഞ്ഞില്ലായിരുന്നു. പഴംപൊരി തെറ്റാ. 7 ശരി. 2 പേർക്ക് അപ്പൊ 7 അല്ലേ? ശരി, ഓക്കെ. 10 7 പേർക്കുണ്ട്. മോശമില്ല. പോയിട്ട് നിങ്ങൾ തല്ലി തീർത്തോ? അപ്പൊ എന്തായാലും അടിപൊളി. താങ്ക് യു. നമ്മളിപ്പോ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കേട്ടായിരുന്നു, ചേട്ടന്റെ മീശ കണ്ടിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ കേട്ടായിരുന്നു. അങ്ങനെയല്ല, എനിക്ക് മീശയോടൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഫോട്ടോ അങ്ങനെയായിരുന്നു. എന്റെ വീൽചെയറിൽ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് കാണിക്കാൻ മീശ. ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഇത് തോന്നിയത്, ആർമിക്കാരനാണോ അല്ലെങ്കിൽ പോലീസ് ആണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. പെട്ടെന്ന് ഫോട്ടോ നോക്കുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ള പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. സാധാരണ എല്ലാവരും അപ്പൊ ഇവൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത് ഇവള് അങ്ങനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ പോലത്തെ പേരും
അങ്ങനെ ദൈവം എല്ലാം ഞാൻ കണ്ടിട്ട് പോയതായിരുന്നു മൈൻഡ് ആക്കാതെ. പിന്നെ ആ പേരും അതൊക്കെ കണ്ടപ്പോ എന്താന്ന് അതാ പറഞ്ഞേ, ദൈവം ചേർത്ത് വെക്കേണ്ട ആൾക്കാരെ ചേർത്ത് വെക്കും. അതേപോലെ തന്നെ ചേർത്ത് വെച്ച 2 ആളുകളാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മള് കുറെ നേരം സംസാരിച്ചു അല്ലേ? എല്ലാവരോടും കൂടെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കാര്യം പറയണ്ടായിരുന്നു. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ആരും ഞാൻ കുറ്റപ്പെടുത്തിയ ഒന്നുമല്ല. ഞങ്ങളെപ്പോലെ ഈ വീൽ ചെയറിലുള്ള ഓൾ ഇന്ത്യയിൽ ഒത്തിരി പേരുണ്ട് വീൽ ചെയറിൽ ഇങ്ങനെ അടഞ്ഞ് വീട്ടിൽ തന്നെ കിടക്കുന്നത്. ഇവര് പുറം ലോകത്തേക്ക് വരാത്തത് ജനങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ട്. എന്റെ വീഡിയോ കണ്ടാൽ തന്നെ ഒത്തിരി സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ എനിക്ക് പറയാനുള്ള ഈ സപ്പോർട്ട് മാത്രം പോരാ, ഞങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റിയും കൂടെ വേണം. ഇപ്പൊ എനിക്ക് ഇവളെയും കൊണ്ടൊന്ന് സിനിമയ്ക്ക് പോകണേല് ഞങ്ങൾ മൂവിക്ക് പോവാറുണ്ട്, പക്ഷെ എന്റെ അളിയനൊക്കെ എടുത്ത് അങ്ങോട്ട് സീറ്റിലേക്ക് വെക്കുക. അപ്പൊ ഞങ്ങൾക്കായിട്ടൊരു ഇത് വേണമെന്ന് എനിക്ക് പറയാനുള്ളത്. മൂവി തിയേറ്ററിലായാലും ഇപ്പൊ ബസ്സിലാണെങ്കിൽ വികലാംഗർ എന്ന് പറഞ്ഞിട്ട് സീറ്റ് ഉണ്ട്, പക്ഷെ ഞങ്ങളെ പോലെ ഉള്ളവർക്ക് കയറി ഇരിക്കാൻ പറ്റൂല. അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലത്തും വീൽ ചെയറിന്റെ ഫെസിലിറ്റി വേണം. ഗവൺമെന്റ് കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ കോഴിക്കോട് ബീച്ചിലൊക്കെ ഞാൻ പോയിരുന്നു, വീൽ ചെയർ തന്നെ ഉള്ളോട്ട് കയറും. പക്ഷെ എനിക്ക് പറയാനുള്ളത് ബസ്സിൽ ആയാലും ഞങ്ങൾക്കായിട്ട് ബസ് പോവാൻ സൗകര്യമുള്ളത് വേണം. ഇപ്പൊ ട്രെയിനാണ്, ഞാൻ പറഞ്ഞ ട്രെയിൻ മിസ്സായ കഥയൊക്കെ, ട്രെയിനാണേലും പോവാൻ വേണം. ഞങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സിനിമ കാണാൻ പോകണം, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ജനങ്ങളെ കൂടെ ഒന്നിച്ച് ഞങ്ങളും സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്കും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വീൽ ചെയറിന്റെ സൗകര്യം എല്ലായിടത്തും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അത് ആരോടാ പറയേണ്ടത്, എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ അഖിലേട്ടൻ ഉണ്ടായിരുന്നു, മൂപ്പർക്ക് വരെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്, അപ്പൊ ശ്രദ്ധിക്കപ്പെടും. അപ്പൊ ഞങ്ങളെ കാര്യം പറയണമെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ മൂപ്പര് സെലിബ്രിറ്റി ആണല്ലോ, അത് കണ്ടില്ല, ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. കണ്ടാൽ തീർച്ചയായും മെസ്സേജ് റിപ്ലൈ തരുന്നു. കണ്ടില്ല, ഇത് പറയണം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ആവശ്യമല്ല, എന്നെ പോലുള്ള ഒത്തിരി പേരുടെ ആവശ്യമാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്യാനും ഒക്കെ ഈ ഒരു സൗകര്യം വേണം. ഇതാരോടെ എന്താ പറയാ, ഇപ്പൊ വികസനം ഒത്തിരി വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കും കൂടെ ഉള്ള വികസനം വരണം, അതാ പറയാനുള്ളത്. അപ്പം എന്തായാലും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഒരുപാട് സന്തോഷം ഇത്രയും പോസിറ്റീവായിട്ടുള്ള 2 പേരെ കാണാൻ സാധിച്ചതിലും. ഇനി എനിക്ക് തോന്നുന്നു ഇപ്പം പേരുകളുടെ സാമ്യം പോലെ തന്നെ ലൈഫിൽ പല കാര്യങ്ങളിലും ഒരുപാട് സാമ്യമുള്ള 2 പേരെയാണ് ദൈവം കറക്റ്റായിട്ട് യോജിപ്പിച്ചത്. അപ്പൊ ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. തീർച്ചയായിട്ടും ഒരു ദിവസം അത്ഭുതം സംഭവിക്കും. അപ്പൊ ഞങ്ങളും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ആൻഡ് താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിൽ. സോ എല്ലാവിധ ആശംസകളും. അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു.